അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറളില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശുദ്ധ റമദാനിലെ അവസാനത്തെ രാവുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, റമദാൻ 3-10 കണക്കാക്കപ്പെടുന്നത്. ഒന്നാമത്തെ 10 നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. അവ്വലുഹാ റഹ്മത്തുൻ, അതൊരു അനുഗ്രഹത്തിൻ്റെ 10. വഔസത്തുഹാ മഗ്ഫിറത്തുൻ, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10. അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്ന സത്യവിശ്വാസികൾ നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി മൂന്നാമത്തെ കടക്കുന്ന 10 ഇത്ഖും മിനന്നാർ, നരകമോചനത്തിൻ്റെ 10. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഇതിനുള്ളത്, പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ ലൈലത്തുൽ ഖദർ എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കപ്പെട്ട ആ ലൈലത്തുൽ ഖദറിൻ്റെ രാവ് ഉൾക്കൊള്ളുന്ന 10ലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനിലെ അവസാനത്തെ ഒറ്റ രാവുകൾ, ആ ഒറ്റ രാവുകളിലാണ് നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇദാ ദഖലൽ അശ്ർ അൽ അവാഖിറു മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10ലേക്ക് വന്നാൽ, അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്യുമായിരുന്നു? അഹിയൽ ലൈൽ, രാത്രി ഹയാത്താക്കും. അവസാനത്തെ 10ലേക്ക് വന്നാൽ രാത്രി ഹയാത്താക്കും. അതേപോലെ തന്നെ വൈഖല അഹ്ലുഹു, തൻ്റെ അഹ്ലുകാരെ വിളിച്ചുണർത്തും. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് ഒക്കെ അരക്കെട്ടൊക്കെ ഉറപ്പിക്കുന്ന, കച്ച കെട്ടി ഇറങ്ങുന്ന. എന്തിനു വേണ്ടി? പരിശുദ്ധമായ റമദാനിലെ ഒറ്റപ്പെട്ട രാവുകളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി, ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് റമദാനിലെ അവസാനത്തെ 10ലേക്ക് കടന്നു വന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് ചെയ്യുന്ന പണിയാണ് പ്രിയപ്പെട്ട മുഅ്മിനേ, അഹിയൽ ലൈൽ, രാത്രി ഹയാത്താക്കും. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനുകളെ, റമദാനിലെ അവസാനത്തെ 10 കടന്നു വരുമ്പോൾ പകൽ മുഴുവനും ഈ ഉഷ്ണത്തെ വകവെക്കാതെ, ഈ ദാഹത്തെ വകവെക്കാതെ, വിശപ്പിനെ വകവെക്കാതെ പകൽ മുഴുവനും നോമ്പ് നോറ്റിട്ട്, എടോ രാത്രിക്ക് മഗ്‌രിബ് കഴിഞ്ഞിട്ട് തുണിക്കടയിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മ, നല്ലോണം ശ്രദ്ധിച്ചോളണം കേട്ടോ. നീ പട്ടിണി കിടന്നത് വെറുതെയാണ്, നീ നോമ്പ് നോറ്റത് വെറുതെയാണ് ഉമ്മ, നീ പട്ടിണി കിടന്നത് വെറുതെയാണ് ഉമ്മ. അതുകൊണ്ട് തുണികളെടുക്കാൻ റമദാനിലേക്ക് പോകുന്നവരെ ശ്രദ്ധിക്കണേ. അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച ദീനല്ല കേട്ടോ, സ്വഹാബത്ത് പഠിപ്പിച്ച മാർഗമല്ല കേട്ടോ. ആർക്കടോ പെരുന്നാൾ ആഘോഷിക്കാനുള്ള അർഹത? ആർക്കാണ് പെരുന്നാൾ ആഘോഷിക്കാനുള്ള അർഹത? അത് പരിശുദ്ധ റമദാനിൽ നോമ്പ് നോറ്റവർക്ക്, വിശുദ്ധ റമദാനിൽ തഹജ്ജുദ് നിസ്കരിച്ചവർക്ക്, വിശുദ്ധ റമദാനിൽ ഖുർആൻ ഓതിയവർക്ക്, വിശുദ്ധ റമദാനിൽ സ്വലാത്ത് ചൊല്ലിയവർക്ക്, വിശുദ്ധ റമദാനിൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയവർക്ക്, അവർക്കാണ് പ്രിയപ്പെട്ട മുഅ്മിനേ, അവർക്കാണ് പെരുന്നാൾ ആഘോഷിക്കാനുള്ളത്. അവർ പുതുവസ്ത്രം ധരിച്ച് പെരുന്നാളിന് പോകണം. പക്ഷേ ആ വസ്ത്രം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന
രാവുണ്ടല്ലോ, ആ രാവിലെ ടെക്സ്റ്റൈൽസിൻ്റെ മുമ്പിൽ പോയി നിന്ന് ആണും പെണ്ണും ലജ്ജയില്ലാതെ എടോ പോയി നിൽക്കുന്നു. എന്നിട്ട് വസ്ത്രം വാങ്ങിയിട്ട് ധരിക്കലല്ല. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ വിശുദ്ധ റമദാനിലെ അവസാനം വരുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത് അഹിയൽ ലൈൽ, രാത്രി ഹയാത്താക്കും. വൈഖദ അഹ്ലുഹു, അഹ്ലുകാരെ വിളിച്ചുണർത്തും. എന്നിട്ട് കടക്കല്ല എന്ന് പറയും. ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചില്ലേ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഖുർആനിലൂടെ മുത്തുനബി പഠിപ്പിച്ചു തരികയാണ് നമുക്ക്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാവാണത്. ഇത്ര കാലം 83 വർഷം ജീവിച്ച ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ച് അമൽ ചെയ്യുന്ന ആ അമലിൻ്റെ കൂലിയാണ് ഒരൊറ്റ രാവ് കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞുപോയ ആളുകളെപ്പറ്റി റസൂലുള്ള പറഞ്ഞു കൊടുത്തു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഖിറ യൗമൻ ലിഅസ്ഹാബിഹി അർബഅത്തും മിൻ ബനി ഇസ്രായീൽ ബിഅന്നഹും അബ്ദുല്ലാഹി 80 സന ലം യഅസൂഹു തർഫത ഐൻ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തു സഹാബത്തിനിക്ക്, സഹാബാ, 80 കൊല്ലം ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ച ബനു ഇസ്രായേലികളിലെ അള്ളാഹുവിനക്ക് വേണ്ടി മാത്രം ആരാധിച്ച ഒരു തെറ്റിലേക്കും പോകാതെ ജീവിച്ച ആളുകളെ കഥങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ആ 80 കൊല്ലമില്ലല്ലോ നബിയേ. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ കണക്ക് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലല്ലേ. പിന്നെ എങ്ങനെയാണ് 80 കൊല്ലം ജീവിച്ചവരുടെ കഥകൾ? അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ര അമൽ ചെയ്യാനുള്ള അവസരമില്ലല്ലോ നബിയേ. ഇതങ്ങ് റസൂലുള്ളാഹി തങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെയാണ് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, അഫ്ളലു മിമ്മാ ജിബ്ത അൻത വസുഹാബിക മിൻഹു. നബിയേ, തങ്ങളെ സ്വഹാബത്ത് അത്ഭുതപ്പെടുകയാണോ? തങ്ങളെ സ്വഹാബത്ത് അത്ഭുതപ്പെടുകയാണോ? തങ്ങൾ അത്ഭുതപ്പെടുകയാണോ നബിയേ? യാ മുഹമ്മദ്, അജിബ്ത അൻത വഅസ്ഹാബിക മിൻ ഇബാദത്തി ഹൗലാഇ നഫർ 80 സന ലം യഅസുല്ലാഹ തആല ഫിയാ തർഫത ഐൻ. 4 ആളുകളെങ്ങനെ പറഞ്ഞു കൊടുത്തു, ബനു ഇസ്രായേലിലെ 4 ആളുകളെ പറഞ്ഞു കൊടുത്തു, അക്കൂട്ടത്തിൽ പ്രവാചകന്മാരെയും പറഞ്ഞു കൊടുത്തു. അവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവർ 80 കൊല്ലം ഇവിടെ ജീവിച്ചവരാണ്. അതുകൊണ്ട് നബിയേ, അതിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ നബിയേ? ഫഖദ് അൻസലല്ലാഹു അലൈക ഖൈറൻ മിൻ ദാലിക. ഇതിനേക്കാൾ ഉത്തമമായതൊന്ന് താങ്കൾക്ക് ഇറങ്ങിയിട്ടുണ്ട് നബിയേ. ഇതിനേക്കാൾ ഉത്തമമായത്, ഇവർ 80 കൊല്ലമാണ് ജീവിച്ചതെങ്കിൽ അതിനേക്കാൾ ഉത്തമമായത് ഇറങ്ങിയിട്ടുണ്ട് നബിയേ. എന്നിട്ട് ജിബ്രീൽ ഓതി കൊടുക്കുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാവ്. ആ രാവ് നബിയെ തങ്ങളുടെ ഉമ്മത്തിനിറക്കിയിട്ടുണ്ട്. അന്നൊരാൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ, അന്നൊരാൾ ഒരു തസ്ബീഹ് ചൊല്ലിയാൽ, അന്നൊരാൾ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. 83 കൊല്ലം ജീവിച്ചത് ഒരൊറ്റ രാവ് കൊണ്ട് കിട്ടുകയാണ്. പിന്നെങ്ങനെയാണ് പ്രിയപ്പെട്ട പെങ്ങളെ, പിന്നെങ്ങനെയാ പ്രിയപ്പെട്ട ഉമ്മ ആ ഒരു രാവ് നഷ്ടപ്പെടുത്തിയിട്ട് കടയിലേക്ക് പോകുന്നത്? നല്ലോണം നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണേ, നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണേ. നിങ്ങൾക്കറിയുമോ, 1000 മാസം ജീവിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു.
1000 മാസം ജീവിച്ച ഒരു മനുഷ്യനുണ്ട് ബനു ഇസ്രായേൽ. സമഊനുൽ ആസ് എന്ന് പറയുന്ന മനുഷ്യൻ, സമഊനുൽ ആബിദ് എന്ന് 2 പേരുണ്ട്. ആ മനുഷ്യൻ 1000 വർഷം ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ച മനുഷ്യനാണോ? ആ മനുഷ്യനിക്ക് കിട്ടുന്ന കൂലിയുണ്ടല്ലോ, ആ സമഊന് കിട്ടുന്ന കൂലിയുണ്ടല്ലോ, ആ കൂലിയാണ് ഉമ്മത്ത മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന് ഒരൊറ്റ രാവ് കൊണ്ട് കിട്ടുമെന്ന് മുഹമ്മദ് നബി. അതുകൊണ്ട് ആ രാവിനെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. ആ രാവിനെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. ആ രാവ് എന്നാണ്? ലൈലത്തുൽ ഖദ്റിൻ്റെ രാവ് എന്നാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ റമദാനിലെ ഒറ്റപ്പെട്ട് വരുന്ന രാവുകളാണ്. ഒരു രാവ് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയി, ഇന്ന് മറ്റൊരു രാവാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന 27-ാം രാവ്, അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം 7-ന് എല്ലാം പ്രാധാന്യമാണ്. 7-ന് എല്ലാം നമ്മൾ ആലോചിച്ച് നോക്ക്. അസ്സമാവാത്തി സബ്ഉൻ വല്ലർളു സബ്ഉൻ വല്ലയാലി സബ്ഉൻ والسعي بين الصفا والمروة سعي 7 والطواف بالبيت 7. അതേപോലെ കല്ലേറ്, തവാഫ്, സഈ, ആകാശം, ഭൂമി, രാത്രി, ഇതൊക്കെ 7 കൊണ്ടാണ്. 7 അവയവങ്ങളാണ് സുജൂദിൽ വെക്കേണ്ടത്. 7 കൊല്ലം യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കിടന്നത്. ഇങ്ങനെ 7-ന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ 27-ാം രാവ് അങ്ങനെ വരുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ 27-ാം രാവ് നമ്മൾ ശ്രദ്ധിക്കണം. ആ 27-ാം രാവ് പള്ളിയിൽ ഇത്തികാഫിരിക്കുക, സ്ത്രീകൾ അവനവൻ്റെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക, അല്ലാതെ കണ്ട പാടത്തും പറമ്പിലും പോയിട്ട് ദിക്റിൻ്റെയും മജ്ലിസിൻ്റെയും പേര് പറഞ്ഞിട്ട് ഉമ്മത്തെ നശിക്കാൻ പോകരുത്. നമ്മൾ ശരിക്കാലോചിക്കണം. ദിക്റിൻ്റെ പേര് പറഞ്ഞ്, സ്വലാത്തിൻ്റെ പേര് പറഞ്ഞ്, മജ്ലിസുകളെ പേര് പറഞ്ഞിട്ട് എടാ പാടത്ത് പോയി നിന്നാൽ, എടാ വരമ്പത്ത് പോയി നിന്നാൽ, എടാ റോട്ടുമ്മക്കൂടെ പോയി നിന്നാൽ പടച്ചറബ് വിടൂല മോനെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അന്നത്തെ ദിവസം, ഒറ്റപ്പെട്ട് വരുന്ന ദിവസങ്ങൾ, പ്രത്യേകിച്ച് 27-ാം രാവിന് ഒറ്റക്കിരുന്ന് റബ്ബിലേക്കടുത്ത മോനെ, ഒറ്റക്കിരുന്ന് റബ്ബിലേക്കടുത്ത മോളെ. അവനവൻ്റെ മഹല്ലിലെ പള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ പോയിരുന്നിട്ട് ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് വെച്ച് ആ പള്ളിയിൽ ഇരുന്നിട്ടെടാ ഖിയാമുൽ ലൈൽ നിസ്കരിച്ചോ, എടാ ഖുർആൻ ഓതിക്കോ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, സ്വലാത്ത് ചൊല്ലിക്കോ. 2 ആളെ കൂടെ കൂടുമ്പോൾ ഗീബത്ത് പറഞ്ഞവനായി പോകുമടാ, നമീമത്ത് പറഞ്ഞവനായി പോകുമടാ, ആരാൻ്റെ കുറ്റം പറഞ്ഞു പോകുമടാ. അതുപോലെ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മ, പലരും വിളിക്കും അവിടെ സ്വലാത്തുണ്ട്, രാത്രിക്ക് പോകാൻ നിൽക്കണ്ട, അവിടെ പറമ്പിലേക്ക് പോകാൻ നിൽക്കണ്ട, അവനവൻ്റെ വീട്ടിൽ ഒതുങ്ങിക്കൂടിക്കോ, എന്നിട്ട് അല്ലാഹുവിലേക്ക് അടുത്തോ. ഇനി ഒരു റമദാൻ വരുമ്പോഴാ നമ്മൾ ബാക്കിയാകുമോ? ഇനി ഒരു റമദാനെ പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, ഓരോ റമദാൻ കഴിഞ്ഞു പോകുമ്പോഴും, ഓരോ രാത്രികൾ കഴിഞ്ഞു പോകുമ്പോഴും ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണ്, ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഒറ്റപ്പെട്ട രാവാണെന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചോ. ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവായാൽ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. അല്ലാഹുവിൻ്റെ സമ്മതം വാങ്ങിയിട്ട് അവർ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ഏതുവരെ ഇറങ്ങും? ഫജർ വെളിവാകുന്നത് വരെ ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് എല്ലാവരുടെ അടുത്തേക്കും അവർ വരികയാണ്. എല്ലാവരുടെ അടുത്തേക്കും അവർ വരികയാണ്. എല്ലാവരുടെ കൈയും പിടിക്കും. ജിബ്രീലിൻ്റെ അടുത്ത് 4 പതാക ഉണ്ടായിരിക്കുമെന്നു മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഒരു പതാക നാട്ടുന്നത് ഇന്ദൽ കഅബത്തി, ഒന്ന് കഅബക്ക് സമീപമാണ്, ഒന്ന് ഇന്ദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് റസൂലുള്ളാഹിയുടെ ഖബറിന് സമീപമാണ്. മറ്റൊന്ന് ഇന്ദ മസ്ജിദ് ബൈത്തുൽ മുഖദ്ദസ്, ഒന്ന് ബൈത്തുൽ മുഖദ്ദസിലെ പള്ളിയുണ്ടല്ലോ,
മസ്ജിദുൽ അഖ്സ ഒന്നവിടെയാണ്, ഒന്ന് ഇന്ദ മസ്ജിദ് തൂർ സീനാ, സീനാ പർവ്വതത്തിന് സമീപമുള്ള പള്ളി അവിടെയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളോട് പറയും, തഫറഖൂ, നിങ്ങളൊക്കെ പോയിക്കൊള്ളുക. ഫയതഫറഖൂൻ, അവരങ്ങനെ പോകും, ഓരോ വീട്ടിലേക്ക് പോകും, ഓരോ പള്ളിയിലേക്ക് പോകും. എന്നിട്ട് അവിടെ തസ്ബീഹ് ചെല്ലുന്നവരെ കാണും, അവിടെ ദിക്ർ ചെല്ലുന്നവരെ കാണും, അവിടെ ഇസ്തിഗ്ഫാർ ചെല്ലുന്നവരെ കാണും, അവിടെ തഹ്ലീൽ ചെല്ലുന്നവരെ കാണും, അവിടെ അള്ളാഹുവിനക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരെ കാണും. അവർ പോകാത്ത വീടേത് വീടെന്നറിയുമോ? ഇല്ലാ ബൈത ഫീഹി കൽബുൻ, നായുള്ള വീട്ടിലേക്ക് അവർ പോകൂല. ഔ ഖിൻസീർ, പന്നിയുള്ള വീട്ടിലേക്ക് അവർ പോകൂല. ഔ ഖംർ, കള്ള് കുടിക്കുന്ന വീട്ടിലേക്ക് പോകൂല. ഔ ജുനുബും മിൻ ഹറാം, ഹറാമിനാലെ ജനാബത്തുണ്ടായവരടുത്തേക്ക് അവർ പോകൂല. ഔ സൂറത്തുൻ, ഫോട്ടോ രൂപമുള്ളവരുടെ, മനുഷ്യരൂപമുള്ള അവിടേക്ക് മലക്ക് പോകൂല. അല്ലാത്ത എല്ലാ വീട്ടിലേക്കും അവർ പോകും. എല്ലാ വീട്ടിലേക്കും പോയിട്ട് അവരെ കൈപിടിച്ചിട്ട് സലാം, സമാധാനത്തിൻ്റെ വാക്ക് മലക്കുകൾ പറയും. എന്നിട്ട് മലക്കുകൾ റബ്ബിലേക്ക് തിരിച്ചു ചെല്ലും. അള്ളാഹു ചോദിക്കുമത്രേ, നിങ്ങളെവിടെയൊക്കെ പോയി? അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ല. അന്നേരത്ത് അവർ പറയും, റബ്ബേ, ഇന്നത്തെ രാവ് വലിയ രാവല്ലേ, ഈ ഉമ്മത്തെ മുഹമ്മദിന് സമ്മാനിച്ച ഏറ്റവും നല്ല രാവല്ലേ. ഈ രാവിലെ ഞങ്ങൾ ഒരുപാട് വീട് സന്ദർശിച്ചവരാണ്. അവരൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് റബ്ബേ പൊട്ടി കരയുന്നുണ്ട്. പാപമോചനത്തിന് വേണ്ടി അവരിരക്കുന്നുണ്ട് നബിയേ, അള്ളാഹുവേ, അവർ പാപമോചനത്തിന് വേണ്ടി ഇരക്കുകയാണ്. അന്നേരത്ത് അല്ലാഹ് പറയും, ജിബ്രീൽ, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്, ഞാൻ അവർക്ക് അവരുടെ ദിക്റുകളെ സ്വീകരിച്ചിട്ടുണ്ട്, അവരെ തസ്ബീഹുകളെ സ്വീകരിച്ചിട്ടുണ്ട്, അവരെ തഹ്ലീലുകളെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. മലക്കുകൾ പറയുമത്ര, റബ്ബേ, അക്കൂട്ടത്തിൽ ഇന്നാലിന്ന ഫുലാനുണ്ട്, ഇന്നാലിന്ന മനുഷ്യനുണ്ട്, ഒരുപാട് തെറ്റ് ചെയ്തവനാണ്, ഒരുപാട് പാപം ചെയ്തവനാണ്, അവനുണ്ടല്ലോ റബ്ബേ. അല്ലാഹ് പറയും, അവനക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. കണ്ടോ, ഇങ്ങനത്തെ നല്ലൊരു രാവിലെ എന്തിനാണ് പ്രിയപ്പെട്ട മുഅ്മിനെ നഷ്ടപ്പെടുത്തുന്നത്? എന്തിനാണ് ഈ രാവ് നമ്മൾ കളയുന്നത്? അല്ലാഹ് എത്ര കാരുണ്യവാനാണ്, അല്ലാഹ് എത്ര കരുണയുള്ളവനാണ്. ആ റബ്ബിൻ്റെ കരുണയിൽ നിന്ന് മാറി നിൽക്കണോ പ്രിയപ്പെട്ട മുഅ്മിനെ? ഒരു വേള നാം ആലോചിക്കുക. അതുപോലെ ലൈലത്തുൽ ഖദ്ർ കിട്ടാത്ത കുറേ ആളുകളുണ്ട്, അവരെയും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടാത്ത, ലൈലത്തുൽ ഖദ്ർ ഒരിക്കലും കിട്ടാത്ത കുറേ ആളുകളുണ്ട്. അവരാണ് ആഖിലുൽ ഹറാം, ഹറാം ഭക്ഷിക്കുന്നവൻ, ഹറാമായ മുതൽ സമ്പാദിക്കുന്നവൻ, അവന് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്നു മുതലുള്ള ദിവസങ്ങൾ ഒറ്റപ്പെട്ട രാവ് ദുആ ചെയ്തോ, അല്ലാഹുവേ, ഒരു ഹറാമും ഞാൻ ഭക്ഷിക്കൂല, ഒരു ഹറാമും എനിക്ക് വേണ്ട റബ്ബേ, ഹറാമിലൊരു മുതലും എനിക്ക് വേണ്ടെന്ന് പ്രതിജ്ഞ ചെയ്തോ മുഅ്മിനേ. ആക്കിലുൽ ഹറാം, ഹറാം ഭക്ഷിച്ചവൻ ഓനൊരിക്കലും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടതില്ല. മക്കൾ സമ്പാദിച്ചു കൊണ്ടുവരുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, അത് ഹലാലാണോ എന്ന് ശരിക്കും ആലോചിക്കണം. അത് ഹലാലാണോ എന്ന് ആലോചിക്കണം. ധർമ്മം ചെയ്തിട്ട് കാര്യമില്ലടാ. ഞാൻ അത്ര പള്ളിക്ക് കൊടുത്ത്, ഞാൻ എത്ര മദ്രസക്ക് കൊടുത്ത്, ഞാൻ എത്ര പള്ളി കയറ്റി, ഞാൻ എത്ര മദ്രസ കയറ്റി, ഞാൻ ആ നേർച്ചക്ക് കൊടുത്തു, ഞാൻ ഈ നേർച്ചക്ക് കൊടുത്തു, ഞാൻ അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഹറാമിൻ്റെ മുതലുണ്ടോ? ആരാനെ പറ്റിച്ച മുതലുണ്ടോ? ഹറാമിലൂടെ സമ്പാദിച്ചതുണ്ടോ? ഒരു കാര്യവും മുതലില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവർ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടതില്ല. രണ്ടാമത്തെ കൂട്ടർ വഖാത്തിയുർ റഹം,
കുടുംബ ബന്ധം മുറിച്ചവൻ. എടാ, കുടുംബ ബന്ധം മുറിച്ചാലുണ്ടോ അവനൊരിക്കലും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കരുത്. കാരണം അവൻ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ അർഹനല്ല. കുടുംബ ബന്ധം സ്ഥാപിക്കുന്നവനാണ് ഇസ്ലാമിൽ പ്രാധാന്യമുള്ളത്. കുടുംബത്തോട് ബന്ധം വിച്ഛേദിച്ചവനുണ്ടല്ലോ, നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ കുടുംബ ബന്ധം മുറിക്കുന്നവൻ ശ്രദ്ധിക്കണം. അതിര് തർക്കത്തിൻ്റെ പേരിൽ, മറ്റു പ്രശ്നങ്ങളുടെ പേരിൽ, ഇമേജിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ സ്വന്തം കുടുംബത്തിലുള്ളവനോട് ദ്രോഹം ചെയ്യുന്നവൻ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടതില്ല. വന്നമ്മാം ഏഷണിക്കാരനും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് മുത്തേ, അതുകൊണ്ടാണ് മോളെ, അതുകൊണ്ടാണ് മോനെ, അതുകൊണ്ടാണ് ഉമ്മ, നമ്മൾ ഈ നല്ല നല്ല രാവുകളിൽ സഞ്ചരിക്കുമ്പോൾ, സിയാറത്തിൻ്റെ പേര് പറഞ്ഞ് വാഹനത്തിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന തങ്ങളെ മജ്‌ലിസുണ്ട്, ഇന്ന മൊയ്ലിയാരെ മജ്‌ലിസുണ്ട്, ഇന്ന ദിക്റിൻ്റെ മജ്‌ലിസാ, ഇന്ന മക്കാമാണെന്ന് പറഞ്ഞു പോകുമ്പോൾ എത്രടാ വാഹനത്തിലിരുന്നിട്ട് നമീമത്ത് പറയുന്നില്ലടാ. ആ നമീമത്തുകാരൻ ഒരിക്കലും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടെന്ന് മുഹമ്മദ് നബി. വാക്കിലുൽ അംവാലല്ലത്താമാ, യതീമീങ്ങളെ ധനം ഭക്ഷിച്ചവനുണ്ടല്ലോ, യതീം കാലം നടത്തുന്നവരെ ശ്രദ്ധിക്കടാ. അനാഥയുടെ പണം നീ ഭക്ഷിച്ചിട്ടുണ്ടോ? യതീമിൻ്റെ ധനം നിൻ്റെ വയറ്റിൽ കടന്നിട്ടുണ്ടോ? യതീമീങ്ങളെ ധനം കടന്നവന് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടതില്ല. ഫഅഉലാഇ ലൈസ ലഹും നസീബും ഫീ സലാമുൽ മലായിക, ഇവർ മലക്കുകളെ സലാം പ്രതീക്ഷിക്കേണ്ടതില്ല. നല്ലോണം ശ്രദ്ധിച്ചോളി, നല്ലോണം ശ്രദ്ധിച്ചോ. പിരിവോണ്ട് പിരിവ്, ഹറാമിൻ്റെ പിരിവ്, ആ പിരിവ് പിരിച്ചിട്ട് ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചുണ്ടാക്കി അവൻ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ട. ഏത് ഉന്നതനായാലും ശരി ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് ജീവിതം സംശുദ്ധമായിരിക്കണം. ജീവിതം പൊട്ടിത്തെറിയുള്ള ജീവിതമല്ല. ജീവിതം അല്ലാഹുവിനു വേണ്ടി സമർപ്പിക്കപ്പെടേണ്ട ജീവിതമാണ്. എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് മറ്റൊരാൾക്കെതിരെ നമ്മൾ നീങ്ങുകയാണെങ്കിൽ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകൾ, ആ രാവുകൾ അല്ലാഹുവിന് ഇബാദത്തിലായി നമ്മളൊക്കെ കഴിച്ചു കൂട്ടുക. നമ്മൾ ആലോചിച്ച് നോക്ക്, നോമ്പ് തുറക്കുമ്പോൾ എന്ത് സുന്ദരമായ ഭക്ഷണമാണ്, അത്താഴത്തിന് എന്ത് നല്ല ഭക്ഷണമാണ് അല്ലേ? പക്ഷേ പാവപ്പെട്ട ഫലസ്തീനികൾ അവർ ഇല, പച്ചില ഭക്ഷിക്കുകയാണ്. പണ്ട് ബദറിലേക്ക് സ്വഹാബത്ത് പോയപ്പോൾ ഭക്ഷിച്ചതുപോലെ നമ്മളൊക്കെ ഹന്തക്കിൽ വയറ്റത്ത് കല്ല് വെച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. പൊന്നുമക്കൾ, പിഞ്ചുമക്കൾ, ഗസയിലെ പാവപ്പെട്ട മക്കൾ വയറ്റത്ത് കല്ല് വെച്ചിരിക്കുകയാണ്, വിശപ്പ് സഹിക്കാൻ വയ്യാതെ. എടാ, ഈ അവസ്ഥ നാളെ നമുക്ക് വന്നാലോ? എന്തിനാണ് അഹങ്കരിക്കുന്നത്? എന്തിനാണ് അഹങ്കരിക്കുന്നത്? എന്തിനാണ് കിബറ് കാണിക്കുന്നത്? എന്തിനാണ് അസൂയ വെക്കുന്നത്? നമ്മൾ നല്ലോണം ആലോചിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ, ഈ ലൈലത്തുൽ ഖദ്ർ നമുക്ക് കിട്ടണം. പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, ലൈലത്തുൽ ഖദ്ർ കിട്ടണം. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, രാത്രിയുടെ നല്ല നല്ല സമയം, ആ സമയത്തു തലമറക്കാതെ, ഔറത്ത് മറക്കാതെ പകലന്തിയോളം നോമ്പ് നോറ്റിട്ട് കടയുടെ ഉള്ളിൽ പോയി നിന്ന് ഷട്ടർ താത്തിയതിൻ്റെ ഉള്ളിൽ, എടാ, ഈ സെലക്ഷന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോ. പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ ദീന് പണയം വെക്കല, അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മുടെ ദീന് പണയം വെക്കല. എന്ത് നേട്ടേണ്ടതുകൊണ്ട് നിങ്ങൾ പറ. ആ ഡ്രസ്സിൽ എന്ത് ബർക്കത്തുണ്ട്? നിൻ്റെ നോമ്പ് ഫസാദല്ലേ? നീ പട്ടിണിയല്ലേ ഈ ഉഷ്ണകാലത്ത് കടന്നത്? എന്തിനാണ് മോളെ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്? ആര് പഠിപ്പിച്ചത് ഇത്? ഏത് ദീന് പഠിപ്പിച്ചു? എത്ര ഖുർആൻ ക്ലാസ് ഉണ്ട്? ഓരോ ടൗൺ അങ്ങാടി പോയി നോക്കിയാലും ഈ ഫുള്ള് പെണ്ണുങ്ങൾ. അതുപോലെ ഉത്സവത്തിൻ്റെ പറമ്പിൽ പോയ മാതിരിയാണ് പല സ്ഥലത്തും. ഒരു ജോളിയായിട്ട്, വേണ്ട മോനെ വേണ്ട, എപ്പോഴാണ് നമ്മളെ മരണം പിടികൂടുക എന്ന് പറയാൻ പറ്റുമോ? ഫൽമൗത്തു അതിനാ മിൻഷിറാക്കി നഖ്ലിഹി, ചെരുപ്പിൻ്റെ വാര് പോലെയല്ലേ മരണം മനുഷ്യനെ പിന്തുടരുന്നത്. ഇന്ന് കണ്ടവനെ നാളെ കാണുന്നില്ല. കിടന്നുറങ്ങുന്ന നേരം വെളുക്കുമെന്ന് ഉറപ്പില്ല. ജോലിക്ക് പോയവൻ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. എന്തിനാണ് ഈ അഹങ്കാരം? എന്തിനാണിത്?
അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചോ. ഇതിലെ മഹതിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തേ ചോദിച്ചത്? യാ റസൂലല്ലാഹ്, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കും, ലൈലത്തുൽ ഖദർ ആയാൽ എന്താ ചെല്ലേണ്ടത് നബിയെ, എന്ത് ചെയ്യണം? ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആയിഷ, റമദാനിൻ്റെ ഒറ്റ രാവുകളൊക്കെ, റമദാനിൻ്റെ അവസാനത്തെ 10 അധികരിപ്പിച്ചോ ആയിഷ. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്താണ് അതിൻ്റെ മാന? അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, എനിക്ക് നീ മാപ്പ് നൽകുന്നേ എന്ന് പറഞ്ഞോ എന്ന് മുത്തുനബി ആയിഷ ഉമ്മയോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതാ അവസാനത്തെ രാവുകൾ, കുറഞ്ഞ ദിവസം മാത്രം ബാക്കിയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനെ ചൊല്ലിക്കോ, അസ്തഗ്ഫിറുല്ലാഹ് അൽ-അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതുപോലെ ഇന്ന അൻസൽനാ സൂറത്ത് സ്വലാത്തുകൾ, ദിക്റുകൾ അത് അധികരിപ്പിച്ച് റബ്ബിലേക്കടുത്തോ. അല്ലാഹു റബ്ബുൽ ഇസ്സ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ കിട്ടുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ചേർക്കണേ റബ്ബേ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദർ കിട്ടുന്നവരിൽ ഞങ്ങളെ ചേർക്കണേ റബ്ബേ. ഇനിയും ലൈലത്തുൽ ഖദർ ആർക്ക് കിട്ടുമെന്ന് നമ്മൾ നല്ലോണം ആലോചിക്കുക. വിശുദ്ധ റമദാൻ വന്നിട്ട് മഗ്രിബിയും ഇശാവും ജമാഅത്തായി നിസ്കരിച്ച ആളുണ്ടോ? ഓന് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാം. സുബഹി നിസ്കാരം വിശുദ്ധ റമദാൻ വന്നിട്ട് സുബഹി, ആ സുബഹി ജമാഅത്തായി നിസ്കരിച്ചോ, അവൻ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ആലോചിക്കുക, ഞാൻ സുബഹി ജമാഅത്തായിട്ടാണോ നിസ്കരിച്ചത്? ഞാൻ നോമ്പ് തുറക്കുമ്പോൾ മഗ്രിബ് ജമാഅത്തായിട്ടാണോ നിസ്കരിച്ചത്? ഞാൻ ഇശാ ജമാഅത്തായിട്ടാണോ നിസ്കരിച്ചത്? നമ്മൾ ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദർ കിട്ടണം. ആ ലൈലത്തുൽ മലക്കുകൾ നമ്മുടെ കൈപിടിക്കണം, സലാം എന്ന് പറയണം, സമാധാനം നമ്മോട് പറയണം. അല്ലാഹുവേ, അത് ഞങ്ങളെ ഉൾപ്പെടുത്തലേ തമ്പുരാനെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.